വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിനാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ദക്ഷിണാശാലികളെല്ലാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ഒരു ആസ്ഥാനം അത് ദീർഘനാളായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ തുടക്കം കുറിക്കാനാണ് നാം ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്പം വിശദമായി തന്നെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ, ആ പദ്ധതികൾക്ക് തുടക്കം കുറിക്കൽ കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ആ പദ്ധതികളെക്കുറിച്ച് വീണ്ടും ഒരു ആവർത്തനം ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങളെല്ലാവരും അതുമായി പരിചയമുള്ളവരാണ്. ഇവിടെ ബഹുമാന്യായ മന്ത്രി ഓരോന്നും എടുത്ത് അല്പം വിശദമായി തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംസ്ഥാനമായി നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചില ദൗർബല്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ദൗർബല്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തി പരിഹരിക്കണം എന്നതാണ്, അതിനാണ് ഈ ഘട്ടത്തിൽ നാം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. ദൗർബല്യമുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അത്രമാത്രം മുന്നിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള കുറവുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ കൂടുതൽ വിജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയണം. ഇന്ന് പഴയ കാലമല്ലല്ലോ. വിരൽത്തുമ്പിൽ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൻ്റെ മികവിനെക്കുറിച്ചും കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഉന്നത വിദ്യാഭ്യാസത്തേക്ക് കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായും നല്ല മികവുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ കാലത്തിന് ആവശ്യമായ കോഴ്സുകൾ, അതിന് ചേരണമെന്നും പഠിക്കണമെന്നും ആ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നു. നമുക്കുണ്ടായ കുറവ് ഇത്തരം മികവിൻ്റെ കേന്ദ്രങ്ങൾ പരതുമ്പോൾ കേരളത്തിൽ അത്രത്തോളം വലിയ മികവിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് തിരുത്താനും കാലാനുസൃതമായ മികവ് നേടാനുമുള്ള ശ്രമങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല നടത്തിയത്. അതിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെയുള്ളതിൽ നിന്ന് ഒട്ടേറെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
എന്നാൽ നാം പൂർണ്ണതയിലെത്തുന്നില്ല. ഇപ്പോഴും പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. അതിൽ പ്രധാന പ്രശ്നം സാമ്പത്തികം തന്നെയാണ്. ഒരു യൂണിവേഴ്സിറ്റിയോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമോ കാലാനുസൃതമായി മാറുക എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ തരത്തിലുള്ള ഫണ്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. കേരളം സാമ്പത്തികമായി വലിയ തോതിൽ മെച്ചപ്പെട്ടൊരു സംസ്ഥാനമല്ല എന്നുള്ളത് കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഭാഗത്തും ഈ ഉള്ള കാശ് വീതം വെച്ച് വരുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റത്തക്ക രീതിയിൽ ഫണ്ട് നൽകുന്നതിന് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ നാടിൻ്റെ ദീർഘകാലത്തെ അനുഭവമാണ്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ രംഗത്തും ഈ കുറവ് നാം അനുഭവിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ LDF സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തി മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ് നമ്മൾ 2016 മുൻപ് വലിയ തോതിൽ വേവലാതിപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് നമുക്കൊരു വേവലാതിയുമില്ല. മാത്രമല്ല, 10 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതലായി വന്നു ചേർന്നു എന്നതാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അനുഭവം. അപ്പോൾ പരമ്പരാഗത രീതി വിട്ട് നാം ഇടപെടുന്ന നില വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാറ്റമുണ്ടാക്കാൻ കഴിയും. അതേ രീതിയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റമുണ്ടാക്കണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആവശ്യമായ തോതിലുള്ള വിഭവശേഷിയൊക്കെ ഉണ്ട്. ഇവിടെ ആവശ്യമായത്ര അക്കാദമിക് മികവ് നേടിയവരുണ്ട്. നമ്മെ സഹായിക്കാൻ, അക്കാദമിക് രംഗത്ത് സഹായിക്കാൻ ലോകത്തെവിടെയുമുള്ള ആളുകൾ സന്നദ്ധമാവുകയും ചെയ്യും. അതെല്ലാം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ അത്തരമൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് ഈ തവണ ബഹുമാന്യായ അധ്യക്ഷ പറഞ്ഞ രീതിയിൽ ഈ കഴിഞ്ഞ ബജറ്റിൽ ഈ വർഷം ചെലവഴിക്കാനുള്ള തുകയെക്കുറിച്ച് കണ്ടത്. അത് ഈ വർഷത്തേതാണ്. തുടർന്നും ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് 30 സെന്റർ ഓഫ് എക്സലൻസുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 5 or 6 എണ്ണമാണ് ഇപ്പം നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കുന്നത്. പക്ഷേ ഈ എണ്ണത്തിലല്ല നിൽക്കുക. അടുത്ത വർഷം വീണ്ടും കൂടും.
പിന്നെയും കൂടും. അങ്ങനെ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള 30ലേക്ക് തന്നെ നമുക്കത് എത്തിക്കാൻ കഴിയും. അത് പൂർണ്ണമായും മികവിൻ്റെ കേന്ദ്രങ്ങളായി തന്നെ സ്ഥാപിക്കപ്പെടണം. ചെറിയൊരു പ്രശ്നം വരാനിടയുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മികവിൻ്റെ കേന്ദ്രങ്ങളെല്ലാം സ്വാഭാവികമായും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുക. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. അവ തീർത്തും സ്വതന്ത്രമായിരിക്കണം. സ്വതന്ത്രമായ നിലനിൽപ്പതിനാവശ്യമാണ്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റികൾ വലിയ തോതിൽ വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവനകൾ ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് പ്രവർത്തന രംഗത്തുണ്ടാകുന്ന തിരുത്തപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതും ഇതോടൊപ്പം പരിഹരിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസിന് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതി നമ്മുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കുന്ന നിലയുണ്ടാകരുത്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം. ഓരോ സ്ഥാപനത്തിൻ്റെയും സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമായ തോതിലുള്ള കോഴ്സുകൾ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം. അത്തരം കാര്യങ്ങളിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചില പ്രത്യേക പ്രവർത്തനങ്ങളിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയും. ആ രംഗവും നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നമുക്കൊരു തരത്തിലും നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പലതും നല്ല മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ലതുപോലെ നേരത്തെ ഉള്ളതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അക്കാദമിക് രംഗത്ത് മുന്നേറുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി കാണുന്നുണ്ടാകാം. അതെല്ലാം ക്രോഡീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയോഗിച്ച കമ്മീഷനുകൾ റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ ഷെൽഫിൽ വെക്കാനുള്ളതല്ല, അത് നടപ്പാക്കാനുള്ളതാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിച്ചു പോകാൻ കഴിയും. നാം ലക്ഷ്യമിടുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഹബ്ബാക്കി മാറ്റുക എന്നതാണ്. 2016 മുൻപ് നമ്മൾ കേരളത്തിൽ ഇതുപോലൊരു മൈക്കിന് മുന്നിൽ നിന്ന് ആരെങ്കിലും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല, അവിടെ കുട്ടികൾ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? അന്നത്തെ അവസ്ഥയിൽ വെറുതെ ബടായി പറയുകയാണ് എന്ന് മാത്രമേ കണക്കാക്കൂ. ഇതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി. ഇപ്പൊ നമ്മുടെ കുട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്നു, ചിലപ്പോൾ രാജ്യത്തിന് പുറത്തു പോകുന്നു, അപൂർവം. എന്നാൽ നാം കാണുന്നത് നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കും എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക് മികവിനെ കുറിച്ച് കേട്ടും കണ്ടും അറിഞ്ഞ് ഇവിടത്തേക്ക് വരാൻ തയ്യാറാകും. ഇത് ഇപ്പൊ പറയുമ്പോൾ അതൊക്കെ ഇവിടെ സാധിക്കുന്നതാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാനിടയുണ്ട്. ഒരു സംശയവും വേണ്ട, നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രയത്നിക്കാം. നമുക്ക്
പൂർണ്ണമായും വിജയിക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിപ്രശസ്തരായ ഇന്ന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സർക്കാരിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു, എല്ലാ കാര്യങ്ങൾക്കും അക്കാദമിക് മികവ് നേടുന്നതിനും നല്ല അഭ്യുന്നതിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുന്നതിനും സർക്കാർ ഒപ്പമുണ്ടാകും. ഒരു ശങ്കയും ആ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. നന്ദി സർ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ഉന്നത വിദ്യാഭവന്റെ ശിലാസ്ഥാപനം ഔപചാരികമായി നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, sir. The Honorable CM will now log on to the home page of Elsevier and Nimbus and formally inaugurate the e-Journal Consortium.